നീ സൂക്ഷിച്ച് ഗൂഢമായ ഒരു സ്ഥലത്ത് ഒളിച്ചു പാർക്കുക. ശൗൽ തൻ്റെ മകനായ യോനാഥാനും തൻ്റെ ഭൃത്യന്മാർക്കും ദാവീദിനെ കൊല്ലുവാൻ നിർദ്ദേശം നൽകുന്നു. അങ്ങനെ അവർ പുറപ്പെട്ടു പോകുമ്പോൾ യോനാഥാൻ്റെ മനസ്സിലെ ചിന്ത, എൻ്റെ കയ്യിൽ എൻ്റെ സ്നേഹിതനായ ദാവീദിനെ ലഭിക്കുന്നതിന് മുൻപ് എൻ്റെ അപ്പൻ്റെ ഭടന്മാരുടെ കയ്യിൽ ദാവീദിനെ ലഭിക്കല്ലേ. എൻ്റെ കയ്യിൽ ലഭിച്ചാൽ അവനെ സംരക്ഷിക്കാൻ കഴിയും, സൂക്ഷിക്കാൻ കഴിയും. എൻ്റെ അപ്പൻ്റെ ഭടന്മാരുടെ കയ്യിലാണ് അവനെ ലഭിക്കുന്നതെങ്കിൽ അവർ അവനെ പിച്ചി ചിന്തും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ സംരക്ഷിക്കാൻ ദാവീദിനെ കിട്ടണേ എന്നാണ് യോനാഥാൻ്റെ ചിന്ത. ഒരുവൻ പിശാചിൻ്റെ പിടിയിൽ അമരുന്നതിന് മുൻപ്, പിശാച് അവനെ ആയുധമാക്കുന്നതിന് മുൻപ്, പിശാചിനാൽ തകർക്കപ്പെടുന്നതിന് മുൻപ് പ്രാർത്ഥനാന്തരീക്ഷത്തിലും ദൈവിക കൃപയിലും ദൈവിക സാന്നിധ്യത്തിനകത്തും എൻ്റെ അസ്ഥിയെയും എൻ്റെ മാംസത്തെയും എൻ്റെ കൂട്ടുവിശ്വാസിയെയും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല യോനാഥാനായി മാറാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ യോനാഥാന് ദാവീദിനെ ലഭിക്കുന്നു. ദാവീദിനോട് പറയുന്നു, നീ ഗൂഢസ്ഥലത്ത് ഒളിച്ചിരിക്കണം. അങ്ങനെ ഗൂഢസ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ അപ്പനായ ശൗലിനോട് നിന്നെക്കുറിച്ച് ഗുണകരമായി സംസാരിച്ച് നിന്നെ അപ്പൻ്റെ അടുത്ത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ഒരുവൻ പിശാചിൻ്റെ പിടിയിൽ അമരപ്പെടുമ്പോൾ, ഒരുവൻ പിശാചിനാൽ തകർക്കപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ അവന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവനെ തകർക്കാൻ വിട്ടുകൊടുക്കാതെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ, വചനധ്യാനത്തിൻ്റെ, വെളിപ്പാടിൻ്റെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഗൂഢസ്ഥലത്തൊളിപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാദിക്കുന്ന നല്ല ആത്മീക യോനാഥാന്മാരായി നമുക്ക് മാറാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.